മില്യൺസ് ഓഫ് മല്ലൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലിംബോ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് ഫൈനൽ പാർട്ടായ തേർഡ് പാർട്ടാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് ഇവിടം വരെയാണ് കളിച്ചെത്തിയിരുന്നത്. അതിൻ്റെ ലിവർ നമ്മൾ പുൾ ചെയ്തതിന് ശേഷം താഴോട്ട് വീണു പോവുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ആ ടൈമിൽ ഈ വണ്ടി നമ്മൾ അവിടെ കൊണ്ട് വച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ വണ്ടി നേരെ തള്ളി വച്ചിട്ട് വീണ്ടും ചാടിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം അവസാന പാർട്ടിൽ. ഓക്കെ, ഇതിൻ്റെ മേളിൽ കൂടിയാണ് നമ്മളിനി പോകേണ്ടത്. ഓക്കെ, ചാടിക്കോ. ഓക്കെ, നമുക്കിഷ്ടം പോലെ പരീക്ഷണങ്ങൾ ഇതിലും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഗൈസ്. ഓക്കെ, ഇതുവരെ അല്ല പോകുന്നുണ്ട്. ഓക്കെ, ഇനി മേളിൽ കൂടിയാണ്. അവിടെ കറണ്ട് ഉണ്ടായിരുന്നു ഗൈസ്. സംഭവം വണ്ടി നിന്ന് നേരെ ഇടിക്കുന്നത് സ്വിച്ചിലാണ്. അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങി ആ വണ്ടി ആ സ്വിച്ചിൽ ഇടിക്കാതെ നോക്കണം. പക്ഷെ മേളിൽ കയറാനും പറ്റില്ല. എന്തായാലും ഓക്കെ, നമ്മൾ മേളിലോട്ട് തള്ളി വിട്ട് ആ വണ്ടി പോകുന്നതിന് മുന്നേ നമ്മൾ മേളിൽ കയറണം. അതാണ് ഇപ്പോഴുള്ള ടാസ്ക്. എല്ലാവരും ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. നമുക്കിപ്പോൾ സപ്പോർട്ട് തീരെ കുറവാണ്. ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം കളിക്കാൻ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, ചാടിക്കോ. ഓ, ജസ്റ്റിനാണ് ഗൈസ്, ഭയങ്കര ജസ്റ്റിനാണ് പോയത്. ഓക്കെ, നമ്മളിപ്പോൾ ലിവർ പുള്ള് ചെയ്തിട്ടുണ്ട്. പണിയായോ ഗൈസ്? ഇല്ലല്ലോ, കുഴപ്പമില്ല. ഇപ്പോൾ അവിടത്തെ ഉള്ള മെഷീൻസ് എല്ലാം ഫുള്ള് കറങ്ങി വരുന്നുണ്ട്. ഓക്കെ, പണിയായി. നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഡയറക്റ്റ് ആ ലേഡറിലേക്ക് ചാടുകയാണ് വേണ്ടത്. കുഴപ്പമില്ല. ഓക്കെ, അതെ ഗൈസ്. ഓക്കെ, ഈ താഴെ ഉള്ള കല്ല് നമ്മുടെ തലയിൽ വീഴുന്ന മുമ്പ് നമ്മൾ അവിടെ നിന്ന് ചാടി ആ ലേഡറിൽ പിടിക്കണം. ഓക്കെ, ആ ലേഡർ കാണുന്നുണ്ട്. ഒരു ലോങ് ജമ്പ് തന്നെ വേണ്ടി വരും. പിടിച്ചു. ഓക്കെ, പിടിച്ചു ഗൈസ്. അപ്പുറത്ത് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ഫുള്ള് ഇലക്ട്രിക് ഷോ കാണും. ഓക്കെ, മേളിൽ കുഴപ്പമില്ല. ഓക്കെ, മേളിലൊരു ബോക്സ് വീണിട്ടുണ്ട്. ചെറിയ ലാഗാവുന്ന ഭാഗം നമുക്ക് ഒന്ന് 2x പോവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ വീഡിയോ ലാഗാവും. ഓക്കെ, ഇവിടെ നിന്ന് ഇനി അതിൻ്റെ മേളിലോട്ടൊരു വഴി പോയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അധികം കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയും. ഇല്ല, അതുവരെയുള്ളൂ വഴി. അങ്ങോട്ട് മേളിലോട്ട് വേറെ വഴിയൊന്നുമില്ല. അത് വഴിയുള്ളൂ. താഴെയും ഇലക്ട്രിക് ഉള്ളതുകൊണ്ട് ഓക്കെ, നമുക്കത് വീണുടനെ ചാടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബോക്സ് ചരിഞ്ഞ് വരും. നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ എന്താ മിഷ്യൻ കണ്ണോ? അതെ ഗൈസ്, മിഷ്യൻ കണ്ണോ, അതിന് ലേസറും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതെ ഗൈസ്, 2 മിഷ്യൻ കണ്ണും. നമുക്ക് ഈ മിഷ്യൻ കണ്ണ് മേളിലിരിക്കുന്ന മിഷ്യൻ കണ്ണ് വെച്ച് പൊട്ടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. മേളിലിരിക്കുന്നതിന് നമുക്ക് ഓടിപ്പോവാം, പക്ഷെ താഴെ ഇരിക്കുന്നത് അധികം മൂവ് ചെയ്യാത്തതാണ്. ഓക്കെ, വെടിവെച്ചോ. അതെ, അത് വളരെ നന്നായിട്ട് തന്നെ നമ്മളത് നശിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഗെയിം വന്ന് വളരെ ടഫായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ കറണ്ട് വല്ലതും ഉണ്ടോ? ഇല്ല. മേളിലൊരു ലേഡർ ഉണ്ട്, പക്ഷെ നമുക്കവിടെ കയറാൻ ഈ പെട്ടി മേളിൽ കൊണ്ട് പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സ്വിച്ചിൽ താത്തപ്പോഴത്തേക്കും ഗ്രാവിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ടൈമുണ്ട് ഗൈസ്, ഒരു സൗണ്ട് കേൾക്കുന്നതായിട്ടല്ലേ, ഒരു ടൈമുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി. അതായത് ഒരു പെട്ടി മേളിൽ പോകുന്നുണ്ട്, അവിടെ കർവായതുകൊണ്ട് മേളിലത്തെ വശം. അപ്പോഴത്തേക്ക് അത് തള്ളി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വയ്ക്കണം. എന്നിട്ട് മറ്റത് അവിടെ തേരിയുള്ള ഭാഗത്ത് കൊണ്ടുവയ്ക്കണം. കണ്ടോ കയറ്റം?
അവിടെ കൊണ്ടുവയ്ക്കണം. കണ്ടോ, മറ്റത് മേളിൽ പോയി കണ്ടോ. എന്നിട്ട് നമ്മൾ ഓടി വന്ന് അതിനെ തള്ളി. വെയിറ്റ്, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഓക്കെ. ചവിട്ടാതെ. ഓക്കെ, നമുക്ക് അതിന് മുന്നേ അങ്ങ് മേളിൽ കയറണം, കാരണം ബോക്സിന് താഴെ നിരങ്ങി വരുമ്പോൾ പിടിക്കണം. ഓക്കെ, ഇവിടെ നിൽക്കാം. ഓക്കെ, മറ്റേ പെട്ടി നിരങ്ങി ആ സ്വിച്ചിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നാൽ മതി. ഓക്കെ, പിടിച്ചോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് മേളിൽ കയറാം. ഇനി ഇവിടെ നിന്ന് വേറെ വഴിയൊന്നും കാണുന്നില്ല. എനിക്കൊന്നും മേളിലോട്ടുള്ള ആ വഴിയാണെന്ന് തോന്നുന്നു. അതെ, മേളിലോട്ടാണ് പോവേണ്ടത്. അതിന് ഓക്കെ, ഈ ലേഡർ നമ്മൾ താഴെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു മേളിൽ എന്തോ നടക്കും. അപ്പോൾ നിരക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം മേളിലേക്ക് പോകണം. ഓക്കെ, ആ പെട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ഈ പെട്ടി നമ്മൾ ഇനി കൊണ്ടുവരണം. ഓക്കെ, തലയിപ്പം ചത്തനെ. ഈ പെട്ടി നമ്മളിവിടെ കൊണ്ടുവരണം. അത് ആ സാധനം സെറ്റ് ചെയ്തതിന് ശേഷം ഈ പെട്ടിയുടെ മേളിൽ കയറി വേണം നമ്മൾ പോവാൻ. ഓക്കെ, കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴെ ചെന്ന് ആ പെട്ടി ഡ്രോപ്പ് ചെയ്യണം. സോറി, ആ തേരിയിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഓടി കയറി വരണം. നിരങ്ങി വരാൻ എടുക്കുന്ന ടൈമിനുള്ളിൽ നമ്മൾ മേളിൽ കയറി ആ പെട്ടിയുടെ മേളിൽ നമ്മുടേതായ സ്ഥാനം ഉറപ്പിക്കണം. അതിനു മുന്നേ അത് നിരങ്ങി വരുന്നത് പെട്ടെന്ന് റൺ. ഓക്കെ 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 ഓക്കെ, സംഭവം എന്തായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമുക്കിതൊന്നുകൂടെ ഓക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. നമുക്ക് താഴെ പോയി വൺസ് മോർ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ഇവിടെ എത്തുന്നതിന് മുന്നേ ടൈമിങ് കറക്റ്റ് ആയിരുന്നു കഴിച്ച്. നമ്മുടെ കുറച്ച് സ്പീഡിൽ കയറി പോയാണൊക്കെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഓ, കുഴപ്പമില്ല, നമുക്കത് പിടിച്ച് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് സ്പീഡ് കൂടിപ്പോയി. ഞാൻ എത്തുന്ന അത് വന്നിട്ടാന്ന് അറിയത്തില്ല. ഓരോ തവണയും ഓരോ സ്പീഡാന്ന് തോന്നുന്നു പെട്ടി നിരങ്ങി വരുന്നത്. ഓക്കെ, ഇത്തവണ നമ്മൾ എന്തായാലും മേളിലെത്തും, ഉറപ്പാ. നമുക്ക് പെട്ടെന്ന് ചാടി കയറിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, സെന്ററിൽ നിൽക്കണം. ഓക്കെ ഓക്കെ, പിന്നെ അല്ല. ഓക്കെ, അവിടെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലത്ത് ലിഫ്റ്റിനെന്തോ സ്വിച്ചൊക്കെ ഉണ്ട്. തോന്നി, കാരണം ലിഫ്റ്റ് നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, മേളിലൊരു ബോക്സ് ഉണ്ട്. അപ്പം നമ്മൾ ലിഫ്റ്റിൻ്റെ മണ്ടയ്ക്ക് കയറി അത് പിടി. ഓക്കെ, അവിടെ ഒരു മെഷീൻ ഗണ്ണുണ്ട് ഗൈസ്, ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ചടിക്കോ. ഓക്കെ, ഇതൊക്കെ സില്ലി പസിൽസ് ആണ് ഗൈസ്. ഓക്കെ, അവിടെ ഒരു മെഷീൻ ഗണ്ണുണ്ട്. ലേസർ നമ്മൾ നോട്ട് ചെയ്യണം. മൈന്യൂട്ടായിട്ടുള്ള ലേസറാണല്ല. അതിനെ ബോക്സ് വെച്ച് നമ്മൾ തടഞ്ഞിരിക്കുന്നതാണ്. ഇതേ നമ്മൾ ക്യാരിയിടത്തൊരു മെഷീൻ ഗണ്ണുണ്ടോ, ചെവരൊക്കെ ഇടിഞ്ഞിരിക്കുക. ഓക്കെ ഓക്കെ, നമുക്ക് പെട്ടിയുടെ ആവശ്യമുണ്ട് ഗൈസ്. ആ പെട്ടി വെച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ വണ്ടേ കയറാൻ. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടി പോരാന്ന് തോന്നുന്നു. ഒന്നുകൂടെ വേണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ജസ്റ്റ് ഒന്ന് 2 എക്സിറ്റ് പോയിട്ട് വരാം, ഇല്ലെങ്കിൽ നല്ല ലാഗാവും. ഓക്കെ, ഇവിടെ വേറെ പെട്ടി കാണുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും താഴോട്ടായിരിക്കണം പോവേണ്ടത്. ഓക്കെ ഗൈസ്,
താഴോട്ട് പോകണമെങ്കിൽ ഈ പെട്ടിയുടെ ആവശ്യമുണ്ട്, കാരണം അവിടെ ഒരു മെഷീൻ ഗണ്ണുണ്ട്. ഈ പെട്ടി ഇല്ലാണ്ട് താഴെ പോവുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, ടക്കന ഇറങ്ങിക്കോ, അവിടെ ഒരു മെഷീൻ ഗണ്ണുണ്ട്. പെട്ട് നീ കിട്ടത് കുറച്ച് ദൂരെയായിപ്പോയി, കുഴപ്പമില്ല. എൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് ഈ കീ ജ്യൂസ്. ഓക്കെ, മേളിലൊരു മെഷീൻ ഗണ്ണുണ്ട്. ഓക്കെ, നമുക്ക് ആ പെട്ടി എടുത്തുകൊണ്ട് വരണം. ആ പെട്ടി നീക്കി ആ ലിഫ്റ്റിൻ്റെ മേളിലെത്തിക്കണം. അപ്പോഴത്തേക്കും ഇത് കണക്ക് മെഷീൻ ഗണ്ണിൻ്റെ ഒരു മറവ് വരും. എന്നിട്ട് നമുക്ക് ചാടി അപ്പുറത്ത് പോകണം. ഓക്കെ, കുറച്ച് നീക്കി വെച്ചിട്ട് ലിഫ്റ്റ് താഴോട്ട്. ഓക്കെ, കുറച്ചുകൂടി നീക്കി വെച്ചിട്ട് ലിഫ്റ്റ് ഓൺ ചെയ്ത് നമുക്ക് ചാടി കയറാം. ഓക്കെ, മറഞ്ഞിരിക്കുകയാണ്. ചാടിക്കോ. ഓക്കെ ഓക്കെ, അത് സെറ്റായി. ഇനി ഇവിടെ പെട്ടിയിടാൻ ഓക്കെ, ആ സ്വിച്ച് താത്തപ്പോൾ ഒരു പെട്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഓക്കെ 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 ഇപ്പോഴാണ് മനസ്സിലായത്. അത് നിരങ്ങി വരുന്ന ഫോഴ്സിൽ നമ്മൾ പുറത്തെടുക്കണം. ഭയങ്കര ടാസ്ക്. നമുക്ക് ജസ്റ്റ് ഒന്ന് 2x ഇടാം. ഓക്കെ, ആ ഇറക്കത്ത് കൊണ്ടുവയ്ക്കണം. നിരങ്ങി വരുന്ന ഫ്ലോയിൽ ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഗ്രാവിറ്റി ഓൺ ആവും. എന്നിട്ട് ഓഫ് ഓണാക്കി നമ്മൾ പുറത്തു കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, സോ സിമ്പിൾ. ഓക്കെ, പെട്ടി ഇവിടെ വച്ചാൽ മതിയായിരിക്കും നമുക്ക്, കാരണം തൂക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇനി നമ്മൾ അവിടെ ചെന്ന് ഗ്രാവിറ്റി ഓൺ ആക്കുമ്പോൾ ഈ പെട്ടി മേളിൽ വരുന്നതാണ്. ഓക്കെ, തലയിൽ വീണ് ചത്തില്ല ഭാഗ്യത്തെ എന്തോ. നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. ഈ പെട്ടി ഇവിടെ വയ്ക്കുക, എന്നിട്ട് ചാടി മേളിൽ കയറുക, അവിടുത്തെ ഗ്രാവിറ്റി ഓൺ ആക്കുക. പക്ഷേ ഗ്രാവിറ്റി ഓഫ് ആക്കുക. ഒരു പെട്ടി വന്നിട്ടുണ്ട്, മറ്റേ പെട്ടിയും കൂടി വന്നാൽ നോക്കണം, ഇല്ലെങ്കിൽ ഈ പെട്ടി നീക്കി കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ആ പെട്ടിയും വന്നിരിക്കുകയാണ്. ബ്രെയിൻ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പയ്യെ പെട്ടി തള്ളി രണ്ടും കൂടി തള്ളാൻ പറ്റുമോ? തള്ളാൻ പറ്റും. ബാഹുബലി. ഇതൊക്കെ എന്ത്, ഞാൻ അല്ലാതെ പിന്നെ ആര്? ഓക്കെ ഗൈസ്, ഒരു പെട്ടി നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്നാൽ മതി. കാരണം നീങ്ങി ഈ സ്ഥലം എത്തുമ്പോൾ നമ്മൾ ഓഫ് ആക്കണം. മറ്റതും കറക്റ്റ് താഴെയാണ്. അപ്പം നമുക്ക് രണ്ടിടത്തും ചാടി ചാടി പോകാൻ പറ്റും. ഓക്കെ, ഈ വരവിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഇതൊക്കെ ഒരു പസലാണോ? ഓക്കെ ഓക്കെ, താഴെ എത്തി നമ്മൾ. ഇനി ഇവിടെ എന്താണെന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, ഇതും ഗ്രാവിറ്റി, ഫുള്ള് ഗ്രാവിറ്റിയുടെ കളിയാണ്. ഗ്രാവിറ്റി കുറയ്ക്കുക, കൂട്ടുക, ഓണാക്കുക, ഓഫാക്കുക. ഓക്കെ, ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ ഇതുണ്ടായിരുന്നു, അത് നമ്മൾ ഓണാക്കി, എന്നിട്ടത് ഓഫാക്കി. ഓക്കെ, ഇത് ഗ്രാവിറ്റി ഓണായിരിക്കണം. സംഭവം ഗൈസ്, ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് മുകളിലും പോകണം, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് താഴെ തന്നെ ഇരിക്കാൻ വേണം. അതാണ് ഇതിൻ്റെ ഇത്. കണ്ടോ, സിമ്പിൾ. കാരണം ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓഫാക്കിയാൽ മതി. അതായത് മാഗ്നറ്റിൻ്റെ സാധനം ഓണാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓഫാക്കിയാൽ താഴത്തത് മേളിലെത്താൻ കുറേ ടൈം എടുക്കും. പക്ഷേ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് മേളിലെത്താൻ ടൈം എടുക്കും, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന മേളിലെത്താൻ അധികം ടൈം എടുക്കില്ല. സോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓഫാക്കുമ്പോൾ സംഭവം സെറ്റാവും. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇത് സംബന്ധം നമുക്ക് ഗ്രാവിറ്റി ഓഫാക്കി താഴെ ഇറങ്ങണം. പക്ഷെ അപ്പോഴത്തേക്കും ഇതങ്ങ് പോകുന്നുണ്ട്. ഓക്കെ, വൺസ് നോറ് നോക്കാം. ഓക്കെ, ചാടിക്കോ. യെസ്,
ഇത് പ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. പസിൽസ് കുറച്ച് ടഫാണ്. ഓക്കെ 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 ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ അവിടെ എത്തുന്നതിനെ ഓഫാക്കണം. അതായത് ആ പസിലിന്റെ ഈ എൻഡ് എത്തുന്നതിന് മുന്നേ നമ്മൾ ഗ്രാവിറ്റി ഓഫാക്കി താഴോട്ട് ചാടണം. ഓഫാക്കിയോ? ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. കണ്ടോ ഇതാണ്. എല്ലാത്തിലും ഓരോ ട്രിക്കുണ്ട്, നമ്മൾ അത് മനസ്സിലാക്കിയാൽ ഇതേ ആണി അടിച്ചേറ്റി വെച്ചേക്കുന്നു. ഇപ്പം ഒരു തൽഫ ഷവായി ആയനെ സുചിതാത്തോ. ഓക്കെ, അവിടെ നിന്നൊരു ബ്ലേഡ് വരുന്നുണ്ട്. താഴെ കറണ്ടും ഉണ്ട്. സംഭവം അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു, അതിന് നമ്മൾ ഇതാക്കണം. ഓക്കെ, പെട്ടെന്ന്. ഓക്കെ, ഫുൾ ഇലക്ട്രിക്കിന്റെ കളിയാണ്. ഗ്രാവിറ്റി, ഇലക്ട്രിക്, ഇതൊക്കെ ആരെ തലയണമെന്തോ. ഒക്കെ ചാടിക്കോ. പിന്നെ അല്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പയ്യ ഇറങ്ങാം. ഒരു ഇളവി താഴെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഗ്രാവിറ്റി ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഈ ഒരു സൗണ്ടും ഉണ്ട്. ഓക്കെ സംഭവം ടൈമർ ഉണ്ട് ഗൈസ്. ആരോടെ താഴെ ലൈറ്റ് ഇങ്ങനെ ചാർജിങ് പോർട്ട് കണക്ക് വരുന്നതുണ്ട് ആരോസിന്റെ തൊട്ട് താഴെ. അത് കുറഞ്ഞു വരുന്ന അനുസരിച്ച് ഇത് പോവും. സോ നമ്മൾ ഓക്കെ അതനുസരിച്ച് വേണം കളിക്കാൻ. ഓക്കെ, അറ്റം കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഉള്ളു, ചാടി കയറി പോവാം. ഓക്കെ കമാൺ. യെസ്, ജസ്റ്റ് ഇവിടെ എന്തോ ഗ്രാവിറ്റിയുടെ കളിയാണ്. പിന്നെ അല്ല, ഇതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ ഗൈസ്? സത്യം പറഞ്ഞ 1000 തവണ കളിക്കും നോക്കും. അതൊക്കെ പിന്നെ എല്ലാവരുടെയും കട്ട് ചെയ്തിട്ടാണ് ഗൈസ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒറ്റ ഇതിലൊന്നും അല്ല. കഷ്ടപ്പാടും ബഹളമൊക്കെ എനിക്ക് മാത്രം. അത് എന്നിലൂടെയും മണ്ണിൽ അലിഞ്ഞില്ലാതാവും ഗൈസ്. ഓക്കെ, നമുക്ക് ചാടാം. അവിടെയും ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റി പോകുന്ന ടൈമിൽ പോവാറാകുമ്പോൾ നമ്മൾ താഴെ ചാടണം, എന്നാലേ അടിയിലെത്താൻ പറ്റും. ഓക്കെ, ചാടിക്കോ. ഒന്ന് ഫ്രണ്ടിലോട്ട് ചാടി നമ്മൾ കുറച്ച് മൂവ് ചെയ്യണം. അപ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാൻ റെഡി ആകുമ്പോഴത്തേക്കും കണ്ടോ ഓക്കെ, പെട്ടെന്ന് നോക്കിയോ. സിമ്പിൾ. അത് തന്നെ നമ്മളെ തള്ളിവിടും. ഓക്കെ, ഇവിടെയും ഗ്രാവിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല, ഓടിക്കൊള്ളണം. ഓക്കെ, ആ ഗ്രാവിറ്റി വരുന്ന ടൈമിൽ ഓടിക്കൊള്ളണം. ഓക്കെ ഗൈസ്, ഞാൻ വിചാരിച്ചത് മേളിലോട്ട് പോകുമ്പോൾ താക്കണമെന്നാണ്, പക്ഷെ അങ്ങനെയല്ല സംഭവം. മേളിൽ പോയിട്ട് താഴെ വരുമ്പോഴാണ് അത് താക്കാനുള്ള. താഴ്ന്ന് ജസ്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് വീണാലും നമ്മൾ മരിക്കുന്നുണ്ട്. അതുകൊണ്ട് മേളിൽ പോയി താഴെ വരുമ്പോൾ താക്കുക. യെസ്, ദാറ്റ്സ് ഫിനിഷ്. ഫുൾ സ്ലോ മോഷൻ ആയിരിക്കണം ഗൈസ്. മേ ബി ഗെയിം തീർന്നു ഗൈസ്. യെസ്, ഗെയിമിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞനുജത്തിയെ കാണുന്നതാണ്. നമുക്ക് നോക്കാം. വളരെ സ്ലോ മോഷനിലാണ് ഗൈസ് പോകുന്നത്. ഞാൻ സ്ലോ മോഷൻ ഇടുന്നതൊന്നും അല്ല, ഗെയിമിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, വീണ് ചത്ത് പോയിട്ട് ഒന്നേന്നങ്ങനെ വരുമെന്ന് തോന്നി. ഓക്കെ, അടുത്തെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു ഇൻസൈഡ് കളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് പറഞ്ഞതാ.
അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ഗെയിം ഇൻസൈഡ് ആയിരിക്കും ഗൈസ്. കമന്റ് ഒന്നും ചെയ്ത എല്ലാവരും, കമന്റ് ചെയ്യാനൊന്നും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. സോ ഒരു ഫ്രണ്ട് പറഞ്ഞത് വെച്ചിട്ട് അടുത്ത് നമുക്ക് ഇൻസൈഡ് കളിക്കാം. ഇൻസൈഡ് നല്ല സ്റ്റോറിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതും അധികം പസിൽസ് ഒക്കെ, എനിക്ക് പസിൽസ് ഗെയിം ഇഷ്ടമുള്ളതുകൊണ്ട് അവൻ പറഞ്ഞ് അത് നല്ല ഗെയിമാ, കളിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാം. ഓക്കെ, എങ്ങോട്ടാ കാര്യമായിട്ട് പോകുന്നുണ്ട്. യെസ് യെസ്, കണ്ടുപിടിച്ച് യെസ്. അവൾ ഇത്രയും എങ്ങനെ വന്നെന്ന് അറിയത്തില്ല, പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് കാണത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അടുത്തൊരു ഇതായിട്ട് കാണാം. എല്ലാവരും ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് വളരെ കുറവാണ്, നിങ്ങളാണ് ആകെ സപ്പോർട്ട്. ഓക്കെ ഗൈസ്, വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ ബൈ.